ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു മോർണിംഗ് വ്ലോഗ് ആകാമെന്ന് വിചാരിച്ചു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. രാവിലെ ചോറൊക്കെ കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ തൊലി കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ നുറുക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഹാഫ് കുക്ക് ആവത്തേ ഉള്ളൂ കേട്ടോ, ഫുള്ളായിട്ട് വേവിക്കുന്നില്ല. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തട്ടിലേക്ക് വെച്ച് വേവിച്ചെടുക്കും. ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ? ഇവിടെ കുറച്ച് ദിവസമൊക്കെ മഴ പെയ്തിട്ട് ഇപ്പോൾ മഴയുമില്ല വെയിലുമില്ല, അങ്ങനെയുള്ളൊരവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുള്ള പൊടി ഒരു പാത്രത്തിലേക്ക് തട്ടിയിടുകയാണ്. ഗോതമ്പ് പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ആയി. ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ വേവാനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചോറും റെഡിയായിട്ടുണ്ട്. ഇനി ഈ ഫ്രൈ പാൻ വെക്കുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങിനുള്ള സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സാധാരണയായിട്ട് ഞാൻ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ചേർക്കാറുണ്ട്, നിങ്ങൾ കണ്ടിട്ടുമുണ്ട്. പക്ഷെ ഇന്ന് തേങ്ങ പൊട്ടിച്ചതൊന്നും ഇരിപ്പില്ല, അതുകൊണ്ട് തേങ്ങാക്കൊത്തൊന്നും ചേർക്കുന്നില്ല. ഇല്ലാതെ അങ്ങ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഹാഫ് കുക്കഡ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ ഒരു സവാള എടുത്തിട്ടുണ്ടായിരുന്നു. ആ സവാള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് പുറത്തൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. വലിയ മഴയൊന്നുമല്ല, ചെറുതായിട്ട്. സവാള നന്നായിട്ട് മൂക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കും കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കാണ് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് വേവിച്ചെടുത്തുകൊണ്ട് തന്നെ ഒരുപാട് നേരമൊന്നും ഇരിക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് വേവിക്കുമ്പോൾ നന്നായിട്ട് അങ്ങ് വെന്ത് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് കുഴഞ്ഞു പോകും. ആ മെഴുക്ക് പുരട്ടിയുടെ ഒരു ടേസ്റ്റും ഒന്നും കിട്ടുകയില്ല, കുഴഞ്ഞിരിക്കും. മെഴുക്ക് പുരട്ടി അങ്ങനെയല്ലല്ലോ ഇരിക്കേണ്ടത്, നന്നായിട്ട് മൊരിഞ്ഞ് വേണ്ടേ വരാൻ. അപ്പോൾ വെന്ത് പോയി കഴിഞ്ഞാൽ അതങ്ങനെ മൊരിഞ്ഞ് കിട്ടത്തില്ല. ഇനി ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഹാഫ് കുക്ക്ഡ് ആണല്ലോ, അപ്പോൾ ബാക്കിയും കൂടെ അങ്ങനെ ഇരുന്നങ്ങ് വെന്ത് കിട്ടും. ഇനി പുട്ട് പുഴുങ്ങാനായിട്ട് കുക്കറിൽ വെള്ളം സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്.
നമ്മുടെ മെഴുക്കുപുരട്ടിയൊക്കെ മുരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ അങ്ങ് അടച്ചു വെക്കാനാണ്. പുട്ടൊക്കെ പുഴുങ്ങാനായിട്ട് മാവ് കോരി വെക്കുകയാണ്. കുറേ ദിവസമായി നമ്മൾ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്നൊന്ന് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഗോതമ്പ് പുട്ടും പഴവുമാണ് കേട്ടോ, വേറെ കറികളൊന്നും ഇന്ന് ഉണ്ടാക്കുന്നില്ല. പുട്ടിൻ്റെ മാവൊക്കെ കോരി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിരട്ടപ്പുട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് ആവി വരുമല്ലോ. അപ്പോൾ പുട്ട് ആദ്യത്തത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മെഴുക്കുപുരട്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. മെഴുക്കുപുരട്ടിയൊക്കെ റെഡിയായതിനു ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എല്ലാ ദിവസവും ചെയ്യാറുള്ളത് പോലെ തന്നെ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പണികളെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു മുട്ടയും കൂടെ പൊരിച്ചെടുത്താൽ മതി. ചോറിന് കൊടുത്തു വിടാനായിട്ടാണ് കേട്ടോ. പിന്നെ ചമ്മന്തിയൊക്കെ റെഡിയാക്കിയതിരിപ്പുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കയറി കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല ഒരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.